സ്വസ്ഥ് നാരി സശക്ത് പരിവാർ അഭിയാൻ ഒരു ബഹുജന മുന്നേറ്റമാണ്. ഈ മാസം 17-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ 75ാം ജന്മദിനത്തിലാണ് ഈ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത്. ക്യാമ്പയിന്റെ ഭാഗമായി 100,000-ലധികം ആരോഗ്യ ക്യാമ്പുകളാണ് രാജ്യത്തുടനീളം സംഘടിപ്പിച്ചു വരുന്നത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യക്ഷേമത്തിനായി വേണ്ടിയുള്ള രാജ്യത്തെ എക്കാലത്തെയും വലിയ പരിപാടിയാണ് ഇത്. ഇന്ത്യയുടെ നാരീശക്തികളായ അമ്മമാരും സഹോദരിമാരുമാണ് രാഷ്ട്ര പുരോഗതിയുടെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. हमारी नारी शक्ति राष्ट्र की प्रगति का मुख्य आधार है. हम सब देखते हैं, घर में अगर मां ठीक रहती है तो पूरा घर ठीक रहता है. लेकिन साथियों, अगर मां बीमार हो जाए तो परिवार की सारी व्यवस्थाएं चरमरा जाती है. इसलिए स्वस्थ नारी सशक्त परिवार ये अभियान माताओं बहनों को समर्पित है, उन्हीं के उज्जवल भविष्य के लिए है. കുടുംബത്തിന്റെ ആരോഗ്യം അമ്മയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവബോധത്തിന്റെയോ വിഭാഗങ്ങളുടെയോ അഭാവം മൂലം ഒരു സ്ത്രീയും കഷ്ടപ്പെടരുത് എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സ്വസ്ഥ് നാരി സശക്ത് പരിവാർ ക്യാമ്പയിൻ നടത്തുന്നത്. ഈ ക്യാമ്പയിന് കീഴിൽ രക്തസമ്മർദ്ദം, പ്രമേഹം മുതൽ വിളർച്ച, ക്ഷയം, ക്യാൻസർ വരെയുള്ള അവസ്ഥകൾക്കായി സ്ക്രീനിംഗ് നടത്തും. എല്ലാ പരിശോധനകളും മരുന്നുകളും സൗജന്യമായി നൽകും. തുടർ ചികിത്സയ്ക്കായി ആയുഷ്മാൻ കാർഡ് ഒരു സംരക്ഷണ കവചമായി വർത്തിക്കും. രാജ്യത്തുടനീളമുള്ള അമ്മമാരോടും സഹോദരിമാരോടും പെൺമക്കളോടും സ്വന്തം ആരോഗ്യത്തിനായി സമയം ചെലവഴിക്കാനും ഈ ക്യാമ്പയിനിൽ വലിയ തോതിൽ പങ്കെടുക്കാനും അവരോട് സമൂഹത്തിലെ മറ്റ് സ്ത്രീകൾക്കിടയിൽ അവബോധം പ്രചരിപ്പിക്കാനും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. ആയുഷ്മാൻ ആരോഗ്യ മന്ത്രികൾ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ, മറ്റ് ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. പോഷകാഹാരം, ആരോഗ്യ അവബോധം, കുടുംബക്ഷേമം എന്നിവയിൽ ജനങ്ങളിൽ അവബോധമുണ്ടാക്കാൻ ഇത്തരം ക്യാമ്പുകൾ ലക്ഷ്യമിടുന്നു. ആരോഗ്യകരമായ കുടുംബങ്ങൾ കെട്ടിപ്പടുക്കുക എന്ന സർക്കാരിന്റെ വിശാലമായ ലക്ഷ്യത്തെ ഈ അഭിയാൻ പിന്തുണയ്ക്കുന്നു. അംഗനവാടികൾ പോലുള്ള വേദികൾ ഉപയോഗപ്പെടുത്തി മാതൃശിശു ആരോഗ്യ പരിപാടികളുടെ വ്യാപനവും സുസ്ഥിരതയും ഇത് കൂടുതൽ ശക്തമാക്കുന്നു. സമഗ്ര വികസനത്തിനായുള്ള ദേശീയ മുൻഗണനയുടെ ഭാഗമാണിത്. ഒക്ടോബർ 2-ന് ഗാന്ധി ജയന്തി വരെ നീണ്ടുനിൽക്കുന്നതാണ് സമഗ്രമായ സ്വസ്ഥ് നാരി സശക്ത് പരിവാർ അഭിയാൻ. സ്വച്ഛ് ഭാരത് അഭിയാൻ പോലുള്ളവയെ വലിയ ബഹുജന മുന്നേറ്റമാക്കുന്ന രീതിയിലാണ് ഈ ക്യാമ്പയിനും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മാതൃശിശു ആരോഗ്യത്തിലെ നിർണായക വിടവുകൾ പരിഹരിക്കുന്നതിനോടൊപ്പം തന്നെ രാജ്യവ്യാപകമായ ആരോഗ്യ ശുചിത്വ നീക്കങ്ങളുടെ ഗതിവേഗം ഇത് വർദ്ധിപ്പിക്കുന്നു. കൂടാതെ നിലവിലുള്ള സർക്കാർ പദ്ധതികളായ മിഷൻ ശക്തി, പോഷൻ 2.0 എന്നിവയുമായി സ്വസ്ഥ് നാരി സശക്ത് പരിവാർ അഭിയാൻ യോജിപ്പിക്കുന്നുണ്ട്. സ്ത്രീകളുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകി അവരുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായ സമഗ്രമായ ആരോഗ്യ പരിശോധനകളും സേവനങ്ങളും ക്യാമ്പയിന്റെ ഭാഗമായി നടക്കും. ത്വക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ, വിളർച്ച, പ്രത്യുൽപാദന ആരോഗ്യ പ്രശ്നങ്ങൾ, സ്തന ഗർഭാശയ അർബുദം, പ്രമേഹം, ക്ഷയം, അരിവാൾ രോഗം തുടങ്ങിയ അവസ്ഥകൾക്കായുള്ള സ്ക്രീനിങ്ങും ആദിവാസി മേഖലകളിൽ പ്രത്യേക കൗൺസിലിംഗും ഈ ക്യാമ്പയിൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയ ആരോഗ്യ സർവേകളിൽ കണ്ടെത്തിയ വിടവുകൾ പരിഹരിക്കുക, നഗര ഗ്രാമപ്രദേശങ്ങളിലുടനീളം സ്ത്രീകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് നേരത്തെയുള്ള കണ്ടെത്തലും ചികിത്സയും ഉറപ്പാക്കുക എന്നിവയാണ് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പിന്തുണയോടുകൂടിയുള്ള ഈ സേവനങ്ങൾ ലക്ഷ്യമിടുന്നത്. കൃത്യമായ രോഗനിർണയവും തുടർ പരിചരണവും ഉറപ്പിക്കുന്നതിനും ദേശീയ സർവേകളിൽ തിരിച്ചറിഞ്ഞ ആരോഗ്യ അസമത്വങ്ങൾ പരിഹരിക്കുന്നതിനും ജില്ലാ ആശുപത്രികളുടെ പിന്തുണയോടുകൂടി ഗൈനക്കോളജിസ്റ്റുകൾ, സർജർമാർ, ദന്ത ഡോക്ടർമാർ തുടങ്ങിയ വിദഗ്ധരെ ഈ സംരംഭം ഉൾക്കൊള്ളുന്നു. കുടുംബക്ഷേമം ശക്തിപ്പെടുത്തുന്നതിനായി മാതൃശിശു സംരക്ഷണത്തിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഈ ക്യാമ്പയിൻ രാജ്യത്തുടനീളം നടത്തിവരുന്നത്. പോഷൻ 2.0 പോലുള്ള സംരംഭങ്ങളുമായി സംയോജിപ്പിച്ച് പ്രസവപൂർവ്വ പരിചരണം, പരിശോധനകൾ, കൗൺസിലിംഗ്, ആരോഗ്യ പുരോഗതി നിരീക്ഷിക്കുന്നതിനായി മാതൃശിശു സംരക്ഷണ കാർഡുകളുടെ വിതരണം എന്നിവ നൽകുന്നതിലൂടെ ഈ ക്യാമ്പയിൻ മാതൃശിശു ആരോഗ്യത്തെ ശക്തിപ്പെടുത്തുന്നു. ഗർഭിണികൾക്കും കുട്ടികൾക്കും രോഗപ്രതിരോധ സേവനങ്ങൾ അംഗനവാടികളും ആരോഗ്യ കേന്ദ്രങ്ങളും വഴി നടത്തുന്നത് ക്യാമ്പയിന്റെ പ്രത്യേകതയാണ്.
പ്രതിരോധ പരിചരണത്തിലും പോഷകാഹാര അവബോധത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മാതൃശിശു മരണനിരക്ക് കുറയ്ക്കുക എന്നതാണ് സ്വസ്ഥ് നാരി സശക്ത് പരിവാർ അഭിയാൻ ലക്ഷ്യമിടുന്നത്. അങ്ങനെ പ്രധാനമന്ത്രിയുടെ വികസിത് ഭാരത് 2047 ദർശനവുമായി യോജിച്ച് പ്രതിരോധശേഷിയുള്ള കുടുംബങ്ങൾ കെട്ടിപ്പടുക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് ഇത് സംഭാവന നൽകുന്നു. കേരളത്തിലും ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. തൃശൂർ ഒല്ലൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സ്ത്രീ ക്ലിനിക്കുകളുടെ ആരോഗ്യ ക്യാമ്പയിൻ ജില്ലാതല ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. പൊതുജനതയെ വാർത്തെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്ന പദ്ധതിയാണ് സ്വസ്ഥ് നാരി സശക്ത് പരിവാർ. ഇത്തരം പദ്ധതികൾ രാജ്യത്തിന് ഏറെ മുതൽക്കൂട്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിന്റെ ശുദ്ധമായ ജീവന രീതികൾ ഇവിടെ പല പദ്ധതികളും ശ്രീ പ്രിൻസിൻ്റെയൊക്കെ ജില്ലാ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളുടെ എല്ലാം സഹകരണത്തോടെ മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷൻ്റെ ഒക്കെ സഹായത്തോടു കൂടി സ്ക്രീനിങ്ങുകൾ ക്യാൻസറിൻ്റെ കാര്യത്തിലായാലും ഇനി പുതുതായി വരാൻ പോകുന്നത് സിക്കിൾ സെൽ സിക്നസ് കണ്ടുപിടിക്കുന്നതിനും മറ്റ് നമ്മുടെ ഒരു ഡെയിലി ബേസിസിലുള്ള നമ്മുടെ ബ്ലഡ് സാമ്പിൾസിന്റെ കളക്ഷനും ഒരു ഡേറ്റ നമുക്ക് വളരെ അത്യാവശ്യം. നിർമ്മാണം എന്ന് തന്നെ പറയും. അതിന് പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ഉത്തരവാദിത്വമായിടത്ത് ഈ രാജ്യം കാണുകയാണ്. ആരോഗ്യ ക്യാമ്പുകളിൽ നൽകുന്ന സമഗ്രമായ പ്രസവപൂർവ്വ പരിചരണം, സ്ക്രീനിംഗ്, പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്നിവയിലൂടെ സ്വസ്ഥ് നാരി സശക്ത് പരിവാർ അഭിയാൻ പ്രധാന ആരോഗ്യ സൂചകങ്ങളെ ഗണ്യമായി മെച്ചപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗ്രാമീണ ആദിവാസി മേഖലകളിൽ ആരോഗ്യ സംരക്ഷണം മെച്ചപ്പെടുത്താനും ഇതിലൂടെ സാധിക്കും. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുമായി സഹകരിച്ച് ഗൈനക്കോളജിസ്റ്റുകൾ പോലുള്ള പ്രത്യേക മെഡിക്കൽ സേവനങ്ങൾ ക്യാമ്പയിനിൽ ഒരുക്കുന്നു. വികസിത് ഭാരത് 2047 ഇന്ത്യയുടെ യാത്രയിലെ ഒരു സുപ്രധാന മുന്നേറ്റത്തെ പ്രതിനിധീകരിക്കുന്നതാണ് സ്വസ്ഥ് നാരി സശക്ത് പരിവാർ അഭിയാൻ. ദേശീയ വികസനത്തിന്റെ കാതൽ സ്ത്രീകളുടെ ആരോഗ്യവും കുടുംബ ശാക്തീകരണവുമാണെന്ന് ഇത് അടിവരയിടുന്നു. സമഗ്രമായ സ്ക്രീനിംഗ്, മാതൃശിശു സംരക്ഷണ സേവനങ്ങൾ എന്നിവ സംയോജിപ്പിച്ചുകൊണ്ട് ആരോഗ്യ സംരക്ഷണത്തിലും അവബോധത്തിലുമുള്ള നിർണായക വിടവുകൾ പരിഹരിക്കുക മാത്രമല്ല, സ്വച്ഛ് ഭാരത് അഭിയാൻ, മിഷൻ ശക്തി, പോക്ഷൻ 2.0 എന്നിവ മുൻനിര പരിപാടികളുടെ വിജയത്തെ മാതൃകയാക്കി ഉള്ളതാണ് ഈ ക്യാമ്പയിൻ. സർക്കാർ മന്ത്രാലയങ്ങൾ, സ്വകാര്യ പങ്കാളികൾ, താഴെത്തട്ടിലുള്ള സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സഹകരണ ശ്രമങ്ങളിലൂടെ ക്യാമ്പയിൻ മാതൃശിശു മരണനിരക്ക് കുറയ്ക്കുക അടക്കമുള്ള സമൂഹത്തിലെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളത് തീർച്ചയാണ്. ഗാന്ധി ജയന്തി ദിനത്തിൽ സമാപിക്കുന്ന സ്വസ്ഥ് നാരി സശക്ത് പരിവാർ അഭിയാൻ സമഗ്ര വികസന പുരോഗതികൾക്കുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത ഉയർത്തിക്കാട്ടുന്നു. ഇത് സ്ത്രീകളെ ശാക്തീകരിക്കുകയും ഇന്ത്യയുടെ പരിവർത്തനാത്മക വളർച്ചയെ നയിക്കുന്ന ആരോഗ്യകരവും ശക്തവുമായ കുടുംബങ്ങൾക്ക് അടിത്തറയിടുകയും ചെയ്യുന്നു.